ചൈനയുടെ മുൻകൈയിൽ 2001 ഏതാണ്ട് 25 വർഷം മുമ്പ് റഷ്യയും മുൻ സോവിയറ്റ് പ്രവിശ്യകളായ സ്വതന്ത്ര രാജ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തുടങ്ങിയതാണ്. ആ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും കടന്നു വരുന്നു. 2023 ഇറാനും 2024 ബെലറൂസും അതിന്റെ അംഗങ്ങളാകുന്നു. അങ്ങനെ അമേരിക്കൻ വിരുദ്ധമായ ഒരു സഖ്യരാജ്യമായി ഇത് മാറിയിരിക്കുന്നു. മംഗോളിയയും അഫ്ഗാനിസ്ഥാനും എസിഒയുടെ നിരീക്ഷക രാജ്യങ്ങളാണ്. ഒപ്പം UAEയും സൗദി അറേബ്യയും ഖത്തറും തുർക്കിയും അടക്കം അനേകം രാജ്യങ്ങൾ ഇവരുടെ ഡയലോഗ് പാർട്ട്നേഴ്സ് ആണ്. എന്ന് വെച്ചാൽ അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന നാറ്റോയ്ക്ക് ബദലായി ഇന്ത്യയും ചൈനയും റഷ്യയും നേതൃത്വം കൊടുക്കുന്ന എസിഒയിലേക്ക് കടന്നു കയറാൻ കാത്തിരിക്കുന്ന രാജ്യങ്ങൾ ഏറെയുണ്ട്. ഇപ്പോഴത്തെ 10 രാജ്യങ്ങളും 2 നിരീക്ഷക രാജ്യങ്ങളും മാത്രമല്ല ഏതാണ്ട് 14ഓളം രാജ്യങ്ങൾ, അതായത് ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ ഉൾപ്പെടെ ഇതിന്റെ ഭാഗമാകുമ്പോൾ അമേരിക്കയ്ക്കും നാറ്റോ സഖ്യത്തിനും വലിയ ഭീഷണിയായി മാറും. എസിഒ രാജ്യങ്ങൾക്കൊപ്പം തന്നെയാണ് ബ്രിക്സ് എന്ന മറ്റൊരു കൂട്ടായ്മയുള്ളത്. ബ്രിക്സും എസിഒയും ഒക്കെ ഏതാണ്ട് സമാന്തരമായി പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. ഇത് അമേരിക്കയ്ക്ക് ഭീഷണിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് മോദി മുൻപെങ്ങുമില്ലാത്ത താല്പര്യത്തോടെ ഈ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായത്.